സ്റ്റാച്യു ഓഫ് ലിബർട്ടി തിരികെ നൽകണമെന്ന് ഫ്രാൻസ് അമേരിക്കയോട് ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യത്തെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന ചിഹ്നമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. 1886 ഒക്ടോബർ 28 ന്യൂയോർക്ക് തുറമുഖത്ത് വെച്ച് ഫ്രാൻസ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കക്ക് കൈമാറുന്നത്. അതിനുശേഷം ലോകത്താകമാനമുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്നവരുടെ പ്രചോദനമായിരുന്നു സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ഇതിന്റെ മൂല്യത്തിന് തകർച്ച നേരിട്ടിരിക്കുന്നു. അത് അമേരിക്കയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അത് ഉണ്ടായത്. അമേരിക്ക സ്വേച്ഛാധിപത്യത്തിലേക്ക് നടക്കുന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾക്ക് പ്രകടമാണ്. അതുകൊണ്ട് അതിന്റെ മഹത്വം നഷ്ടപ്പെടുത്താൻ വേണ്ടി സ്വാതന്ത്ര്യത്തെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും മൂല്യവത്തായിരിക്കുന്ന ഒരു ചിഹ്നമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അത് തങ്ങൾ അമേരിക്കക്ക് നൽകിയതാണ്. ഇന്ന് അതിന്റെ മൂല്യം തകർന്നു പോകുന്നുണ്ടോ എന്ന് തങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് തിരിച്ചു നൽകണമെന്നാണ് യൂറോപ്യന്റെ പാർലമെന്റിലെ ഫ്രഞ്ച് അംഗമായിരിക്കുന്ന റാഫേൽ ക്ലക്സ്മാൻ പറഞ്ഞിരിക്കുന്നത്. വലിയ വിവാദമായ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന വിഷയമാണ് ഇത്. ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും മഹത്തമായിരിക്കുന്ന ചിഹ്നമായിട്ടും അന്ന് നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു രാജ്യം എന്ന നിലക്കുമാണ് തങ്ങൾ അമേരിക്കക്ക് ഇത് കൈമാറിയത്. അത് ഈ സ്വാതന്ത്ര്യത്തിന്റെ 100ാം ദിനത്തിൽ, അമേരിക്കൻ സ്വാതന്ത്ര്യ 100ാം ദിനത്തിൽ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു കൈമാറ്റമായിട്ട് അതിനെ ലോകം വിശേഷിപ്പിക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രയത്നത്തിന്റെ ഫലമായും ആയിരക്കണക്കിന് സാധാരണക്കാരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടുമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി സാധിച്ചത്. ലിബർട്ടി എൻലൈറ്റനിങ് ദി വേൾഡ് എന്നാണ് അതിന്റെ പൂർണ്ണമായിരിക്കുന്ന പേര്. സ്വാതന്ത്ര്യത്തിന്റെയും പ്രചോദനത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായ ലിബർട്ടിയുടെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. എന്താണ് അദ്ദേഹം ഇങ്ങനെ പറയാനുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ കുറച്ച് വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കക്ക് നൽകാൻ കാരണമായിരിക്കുന്ന മൂല്യങ്ങളൊന്നും ഇപ്പോൾ അമേരിക്കയിൽ കാണുന്നില്ല. സ്വേച്ഛാധിപത്യത്തിലേക്ക് ആ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഫെഡറൽ സംവിധാനം തകർന്നിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ആ വിഷയങ്ങളെ സങ്കീർണമാക്കുന്നതിനപ്പുറം അവിടെയും ജീവിക്കുന്നത് മനുഷ്യരാണ്, സ്വാതന്ത്ര്യവാഹകരാണ്, അവർക്കും ജീവിത അവകാശങ്ങളുണ്ട്, അവരും മനുഷ്യരാണ് എന്ന് പരിഗണന അമേരിക്ക നൽകുന്നില്ല. അവരും അവരുടെ ദേശവും അവരും അവരുടെ പതാകയും ഇതേക്കുറിച്ച് മാത്രമുള്ളൊരു സംസാരം ഒരിക്കലും അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നടക്കുന്ന പല വിഷയങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കാതലായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്ക അനാവശ്യമായ രീതിയിൽ ഇത്തരം വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതും അമേരിക്ക പക്ഷം ചേർന്നുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതുമാണ്. രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷമങ്ങളോ കലാപങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് അത്തരമൊരു പ്രശ്നം ഏതെങ്കിലും രാജ്യത്ത് ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്ക ഏത് ഭാഗത്തോടൊപ്പം ചേർന്ന് നിന്നാലാണ് തങ്ങൾക്ക് ഗുണപരമായിരിക്കുന്ന നിലപാടെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. ചില മേഖലകളിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നു, എന്നിട്ട് പ്രതിപക്ഷത്തെ അതല്ലെങ്കിൽ വിമതപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ചില മേഖലകളിൽ വിമതപക്ഷത്തോടൊപ്പം മുൻപ് ഭീകരവാദികളെന്നോ തീവ്രവാദികളെന്നോ അടയാളപ്പെടുത്തിയ ആ വിഭാഗത്തോടൊപ്പം നിന്നുകൊണ്ട് യഥാർത്ഥ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹനം നൽകുന്നു. സിറിയ ഉദാഹരണപ്പെടുത്തിയിട്ടൊക്കെയാണ് ആ കാര്യങ്ങൾ പറയുന്നത്. അവിടെ ഭീകരവാദ സംഘടന എന്ന് പ്രഖ്യാപിച്ച വിമതപക്ഷമാണ് സിറിയ അട്ടിമറിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാർ എന്ന് പറയുന്ന അസദ് വിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട അമേരിക്ക നേരെ തിരിച്ച് അവർക്ക് ഏതാണോ ഗുണം ആ ഗുണമുള്ള വിഭാഗത്തോടൊപ്പം, അത് ഭീകരവാദിയായിരിക്കുന്ന ആ സംഘടനയ്ക്ക് ആയുധങ്ങളും സഹായങ്ങളും നൽകി അവരോടൊപ്പം നിന്നുകൊണ്ട് യഥാർത്ഥ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ഇവിടെ അവരുടെ നിലപാടുകൾ ഇങ്ങനെയായിരുന്നു. ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാഖ് കുവൈറ്റിനെ പിടിച്ചെടുക്കുന്ന കാര്യം കൃത്യമായ രീതിയിൽ അറിയുന്ന ഒരു രാജ്യമായിരുന്നു അമേരിക്ക. അമേരിക്കയുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ചിട്ട് അന്നത്തെ ഭരണാധികാരി സംസാരിച്ചിട്ടുണ്ട് എന്നതും പിന്നീട് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ഇറാഖും അമേരിക്കയും തമ്മിൽ നയതന്ത്ര ബന്ധമുള്ള സഖ്യരാജ്യങ്ങളായിരുന്നു. റൊണാൾഡ് റംസ്ഫീൽഡ് ആയിരുന്നു അന്നത്തെ അമേരിക്കയുടെ വിദേശകാര്യമന്ത്രി. യുദ്ധം തുടങ്ങുന്നതിന്റെ ഏകദേശം 6 മാസം മുൻപ് അമേരിക്കയുടെ വിദേശകാര്യമന്ത്രി ബാഗ്ദാദ് സന്ദർശിക്കുകയും പ്രസിഡന്റായിരിക്കുന്ന സദ്ദാം ഹുസൈനുമായിട്ട് സംബോധന ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ ആ സമയത്ത് പുറത്തു വന്നതാണ്. എന്നാൽ യുദ്ധം കുവൈറ്റ് പിടിച്ചടക്കിയതിന് ശേഷം യഥാർത്ഥത്തിൽ മട്ടം മാറിയിട്ടാണ്
അമേരിക്ക ഇടപെട്ടത്. അമേരിക്കക്ക് ഇറാഖിനെ സഹായിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല. പകരം കുവൈത്തിനെ സഹായിച്ചാൽ ആ കുവൈത്തുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം തങ്ങളുടെ വരുതിയിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതും, ഇറാഖിനെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ആ മേഖലയിൽ ഒരു സൈനിക ബലമുള്ള ഒരു രാജ്യത്തെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നീട് ഈ അമേരിക്കക്കെതിരെ ഏതെങ്കിലും രാജ്യങ്ങൾ ഉറക്കെ സംസാരിക്കും എന്നുള്ളൊരു ഭയമില്ല, ഒരു പേടിയില്ലാത്ത രീതിയിൽ ഭരിക്കാൻ വേണ്ടി സാധിക്കും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അന്ന് അമേരിക്ക ഇറാഖിനെതിരെ കുവൈറ്റിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന്റെ മാത്രം അവകാശ സ്വത്തല്ല. ലോകത്തുള്ള എല്ലാ പൗരന്മാർക്കും അതിൽ അധികാരങ്ങളും അവകാശങ്ങളുമുണ്ട്. അത് വകവെച്ച് കൊടുക്കുക എന്നുള്ളത് മനുഷ്യത്വപരമായ രീതിയിൽ എല്ലാവരും ചെയ്യേണ്ടതാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ ഒരുപാട് രാജ്യസ്നേഹികളുള്ള ലോകമാണ് നമ്മുടേത്. ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ മരിച്ചു പോയിട്ടുണ്ട് സ്വാതന്ത്ര്യം അനുഭവിക്കാതെ. അപ്പോൾ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുന്ന കാര്യം, തങ്ങൾക്ക് ലഭ്യമാകാത്ത സ്വാതന്ത്ര്യം തങ്ങളുടെ തലമുറക്കെങ്കിലും ഉണ്ടാവട്ടെ എന്ന് അവർ അനുമാനിക്കുകയും ചെയ്യുന്നു. ഇത്തരമുള്ള രീതികളൊക്കെയാണ് ഇദ്ദേഹം ഈ റാഫേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് നിങ്ങൾ യുദ്ധത്തോടൊപ്പമാണ് എന്ന് മാത്രമല്ല പറഞ്ഞത്, നിങ്ങൾ വേട്ടക്കാരോടൊപ്പമാണ്, പ്രയാസം അനുഭവിക്കുന്നവരോടൊപ്പമല്ല. അമേരിക്ക കാരണത്താലാണ് രണ്ട് യുദ്ധങ്ങളും ഇപ്പം നിലനിൽക്കുന്നത്. അത് ഉക്രൈൻ റഷ്യ യുദ്ധമാണെങ്കിലും പാലസ്തീൻ ഇസ്രായേൽ യുദ്ധമാണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അതിൽ പങ്കാളിത്തമുണ്ട്. നിങ്ങളാണ് ആയുധങ്ങൾ നൽകുന്നത്, സൈനികപരമായിരിക്കും സഹായങ്ങൾ നൽകുന്നത്. അവിടെ പലസ്തീനിലൊക്കെ മരിച്ചു വീഴുന്ന കുട്ടികളെയും സ്ത്രീകളെയും കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നില്ല. അമേരിക്ക അവിടെയും വലിയ രീതിയിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങളാണ് നടത്തുന്നത്. അങ്ങനെയാണ് ബിസിനസ്സിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവിടെ ജീവിതങ്ങളുമുണ്ട്, അവിടെ തലമുറയും മനുഷ്യന്മാരും ഉണ്ട്, അവർക്ക് സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളുണ്ട്, അവർക്കും ഈ പ്രദേശത്ത് അവരുടെ ഭൂമിയിൽ ജീവിക്കാൻ അധികാരമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള അധികാരം വകവെച്ച് കൊടുക്കുന്ന, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രതീക്ഷ നൽകുന്നതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഭൂമിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും കൈയില്ല, അതുകൊണ്ട് തിരിച്ചു തരണം എന്ന് പറഞ്ഞതോടുകൂടി അത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അമേരിക്കയുടെ വികൃതമായിരിക്കുന്ന മുഖഭാവം കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ റാഫേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നിയലുകളൊക്കെ മങ്ങിയ രീതിയിലെങ്കിലും ലിബർട്ടിയുടെ കീഴെ നിന്നാൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് അവിടെ നിന്ന് അയച്ചു മാറ്റണം, എന്നിട്ട് ഞങ്ങൾക്കത് തിരിച്ചു തരണം. ഞങ്ങൾ നൽകുന്ന സമയത്തുണ്ടായിരുന്ന മൂല്യങ്ങളൊന്നും നിങ്ങളുടെ കൈവശത്തില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു എന്നൊക്കെ അദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. പല രാജ്യങ്ങളും ഇതിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നു, അഭിപ്രായങ്ങളും നിലപാടുകളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫ്രാൻസിന്റെ ആ കാലഘട്ടത്തിൽ രണ്ടാം ലോക യുദ്ധത്തിൽ നിന്ന് ഫ്രാൻസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയതിൽ അമേരിക്ക പങ്കാളിത്തമുണ്ട്. അതായത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഫ്രാൻസുകാർ ജർമ്മൻ ഭാഷ സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾ അതിൽ ഇടപെടലുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അത് അമേരിക്കയാണ് ഇതിനെ പ്രതികരിച്ച് പറഞ്ഞത്. അമേരിക്കയാണ് യഥാർത്ഥത്തിൽ ഫ്രാൻസിനെ ജർമ്മനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിന് ഈ ഫ്രാൻസിൽ നിന്നുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടം നിങ്ങളുടേത് അങ്ങനെയായിരുന്നു. നീതിക്ക് വേണ്ടിയും ധർമ്മത്തിന് വേണ്ടിയും സംസാരിക്കുന്ന ഒരു സമൂഹത്തിന്റെ കൂട്ടായ്മയായിരുന്നു അമേരിക്ക എന്ന് പറയുന്നത്. ആ നീതിബോധമാണ് ഇപ്പോൾ നശിച്ചിരിക്കുന്നത്, നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തോന്നുന്നില്ല. സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതിമ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് വല്ലാതെ വിയർത്തൊലിക്കുന്നു, വിഷണ്ണനായി കരയുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അത് ഞങ്ങൾ അനുവദിക്കുകയില്ല, ഞങ്ങൾക്കത് തിരിച്ചു വേണം എന്ന് പറയുന്നതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും രീതികളുമൊക്കെ ഇന്നത്തെ ലോകത്തുണ്ടാക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും അതോടൊപ്പം ആ നിലപാടിനോടനുസരിച്ച് അസ്വാതന്ത്ര്യത്തിൻ്റെ മുറവിളികൾ ലോകം കേൾക്കുന്നതും ഓരോരോ നിമിഷവും അമേരിക്കയുടെ നിലപാട് കാരണം പാലസ്തീൻ്റെ ഭൂപ്രദേശത്ത് കുട്ടികളും സ്ത്രീകളും മരിച്ചു വീഴുന്ന ദയനീയ അവസ്ഥ ഞങ്ങൾക്കങ്ങനെ കണ്ടിരിക്കാനൊന്നും സാധിക്കുകയില്ല എന്നുള്ളതും, അത് അംഗീകരിക്കാനും ന്യായീകരിക്കാനും നിങ്ങളെപ്പോലെ ക്രൂരന്മാരായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നവരല്ല ഞങ്ങൾ എന്നുകൂടി യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രാൻസ് പറഞ്ഞു വെക്കുകയാണ്.